ഹലോ. അതെ, ഗരം മസാലയും മീറ്റ് മസാലയും ഇല്ലാതെ ഒരു നല്ലൊരു പന്നി വരട്ടിയത് നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിനായി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഉപ്പ്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഒരു കുടംപുളി. കുടംപുളി എടുക്കുന്നത് ഇറച്ചി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് കൂടുതൽ വേണം വെളുത്തുള്ളി. അതുപോലെ തന്നെ ഒരു വലിയൊരു സവാള. ഞാനിപ്പോൾ ഒരു 1.25 കിലോ പന്നിയിറച്ചിയാണ് ഇവിടെ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായ ചേരുവകൾ ഇത് മാത്രമാണ്. അപ്പോൾ വീട്ടിലുള്ള വേറെ മസാലകളൊന്നും പെരിഞ്ജീരകമോ അല്ലെങ്കിൽ പട്ടയോ ഗ്രാമ്പോ ഒന്നും ഞാൻ ഇതിനെടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇതപ്പോൾ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിനിടയിൽ കൂടെ ഒരു ചെറിയ കൈകൾ വന്നു പോയിട്ടുണ്ട്, അത് നോക്കണ്ട. നമുക്കപ്പോൾ പന്നിയിറച്ചി നന്നായി ഒന്ന് കഴുകി വാരിയെടുത്ത് വെക്കാം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആദ്യം മസാല, അതായത് മസാല മീൻസ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതിന് ഞാനായി 4 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ 2 സ്പൂൺ മുളക് പൊടിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, മുളക് പൊടി കുറവും മല്ലിപ്പൊടി കൂടുതലുമാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ 2 സ്പൂൺ മുളക് പൊടിയും 4 സ്പൂൺ മല്ലിപ്പൊടിയും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നല്ല വറുത്ത് മൂപ്പ് കൂടണം, ഒരുപാട് കരിഞ്ഞു പോവാതെ മൂപ്പ് കൂടി എടുത്തിട്ട് നമുക്ക് വാങ്ങാവുന്നതാണ്. കട്ടിയുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഈ വറുത്ത് വെച്ച പൊടിയെല്ലാം നമുക്ക് പന്നിയിറച്ചിയിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് തിരുമാം. അപ്പം ആ തിരുമുന്നതിൻ്റെ ഇതിൽ തന്നെ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുടംപുളിയും സവാളയും കുറച്ച് പകുതി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത എല്ലാ ചേരുവകളും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി തിരുമ്മി എടുക്കുക. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് പന്നിയിറച്ചി വെക്കുക എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ടേസ്റ്റ് കൂടാനോ വ്യത്യസ്തമാവാനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ട്രിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിത് നന്നായി ഒന്ന് തിരുമ്മി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് വെക്കുന്നത്. നിങ്ങളിപ്പോൾ ഓപ്പണായിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം തിരുമ്മിയതിന് ശേഷം കട്ടിയുള്ള ഒരു പാത്രത്തിൽ വേണ്ട വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വേവിക്കാവുന്നതാണ്. ഞാനിപ്പോൾ വേഗം എളുപ്പത്തിനായിട്ട് കുക്കറിലോട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഇവയെല്ലാം ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 4 to 5 വിസിലാണ് ഞാൻ അടുപ്പിക്കുന്നത്. ഞാൻ എടുത്ത പന്നിയിറച്ചിൻ്റെ കഷ്ണങ്ങൾ ചെറുതായതുകൊണ്ടാണ് 4 to 5 വിസിൽ എടുക്കുന്നത്. നിങ്ങളൊരു മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 5 to 7 വിസിലടുപ്പിക്കാം. അതുപോലെ തന്നെ ഒരുപാട് വലിയ സൈസ് പന്നിയിറച്ചിയാണെങ്കിൽ ഒരു 7 to 9 വിസിലോളം അടുപ്പിക്കേണ്ടതാണ്. അപ്പോൾ ആ പകുതി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളൊന്ന് വിസിലടുപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു 4 to 5 വിസിൽ ഞാൻ അടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ കിച്ചൺ ആൻഡ് കെയർ ബൈ അമ്മു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഒരു 4-5 വിസിൽ കുക്കറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ തണുപ്പാവാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്കതൊരു കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് കുറച്ച് 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്തും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഓപ്പണായി വെക്കുകയാണെങ്കിൽ കറി വാങ്ങുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ നമുക്ക് വെളുത്തുള്ളി ചതച്ചതും തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ഇട്ടിട്ട് വാങ്ങിയെടുക്കാം. ഞാനിപ്പോൾ ഇത് കുക്കറിൽ വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വിസിലൊക്കെ പോയ തണുത്ത പന്നിയിറച്ചീൻ്റേത് കുക്കറിൽ നിന്ന് നമുക്ക് ചീഞ്ചട്ടിയിലോട്ട് കൊട്ടിയെടുക്കാം. അപ്പോൾ അതിലുള്ള ഇറച്ചിയുടെ വെള്ളമൊക്കെ ഇറങ്ങി ഇത്തിരി വെള്ളം പോലെ ഉണ്ടാവും, പക്ഷെ അത് നമ്മൾ വറ്റിച്ചെടുക്കുമ്പോൾ ശരിയാവും. അപ്പോൾ നമുക്കിത് ചീഞ്ചട്ടിയിലോട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാവുന്ന. അതിനുശേഷം ബാക്കിയുള്ള കുരുമുളക് പൊടിയും കൂടി നമുക്കിതിലോട്ട് ചേർക്കാം. എരിവിൻ്റെ അടിസ്ഥാനത്തിൽ പിള്ളേരൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് കുറയ്ക്കാം. അല്ല വലിയ എരിവൊക്കെ ഭയങ്കര എരിവ് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഒന്ന് ഇളക്കി ഓപ്പണായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുടംപുളി അതിന്ന് ഒരുപാട് നൂറുള്ള കുടംപുളിയാണെങ്കിൽ അതിന് മാറ്റാം, ഇല്ലെങ്കിൽ മാറ്റേണ്ട കാര്യമില്ല. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ പെപ്പറിൻ്റെ പൊടി ഇറങ്ങിയിട്ട് നല്ലൊരു നല്ല കളറായി വന്നിട്ടുണ്ട് നമ്മുടെ പന്നിയിറച്ചി. ഇതാ അപ്പോൾ നല്ല പന്നി വരട്ടിയത് വന്നു. ഇത് നല്ല ചൂട് പാൽക്കപ്പൻ്റെ കൂടെയോ അല്ലെങ്കിൽ കപ്പപ്പുഴുക്കിൻ്റെ കൂടെയോ ചോറിന് ആയിട്ടോ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.